ത്തിന് സമ്മാനവുമായി രേവതിക്കുട്ടി. അങ്ങനെ രേവതിക്കുട്ടിയാണെങ്കിൽ അവർക്ക് രോഹിത്തിന് വേണ്ടി ഒരു ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും. അത് ഇന്നത്തെ കഥയിൽ രോഹിത്തിന് കൈമാറുന്നതും കാണാം. രോഹിത്ത് പടിയിറങ്ങുന്ന സമയമാണെങ്കിൽ രേവതിക്കുട്ടിക്ക് നല്ല സങ്കടവും ദുഃഖവും ഒക്കെയുണ്ട്. അതിനു മുമ്പ് തന്നെ രേവതിക്കുട്ടി രോഹിത്തിൻ്റെ കൈകളിൽ ആ ഗിഫ്റ്റ് ഏൽപ്പിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. അതായത് രോഹിത്ത്, നിങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഈ ഒരു നല്ല ഗിഫ്റ്റ് വാങ്ങിയത്. അലീന ചേച്ചിയെ മനസ്സിലാക്കിയതിന്, സ്നേഹിച്ചതിന് എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട് എന്ന് പറയുന്നത് കാണാൻ സാധിക്കും. നിങ്ങൾ ഒരു നല്ലവനായി കണ്ടതിൽ എനിക്ക് സന്തോഷവുമുണ്ട് എന്ന് പറയുന്നു. കൂടാതെ തന്നെ നിങ്ങളിങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. അലീന ചേച്ചിക്ക് നല്ലൊരു സഹോദരനായി, അലീന ചേച്ചിയെ വേദനിപ്പിക്കാതെ നിങ്ങളെല്ലാവരും ഒന്നിച്ച് ഇങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, എന്നെ മനുഷ്യനാക്കിയത് അലീന ചേച്ചിയായിരുന്നു. അലീന ചേച്ചി വന്നതുകൊണ്ടാണ് ഞാൻ ഇത്രയും നല്ല രീതിയിൽ മാറിയത്, ഒരു നല്ല വ്യക്തിയായത്, നല്ല മനസ്സിന് ഉടമയായത്. അതുകൊണ്ട് തന്നെ ആരെ തള്ളിക്കളഞ്ഞാലും അലീന ചേച്ചിയെ എൻ്റെ ജീവിതത്തിൽ നിന്നും ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയോ എടുത്തു മാറ്റുകയോ ഇല്ല എന്ന് രേവതിക്കുട്ടിയോട് നമ്മുടെ രോഹിത്ത് പറയുന്നു. ഇതാ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വാങ്ങിയ ഒരു സമ്മാനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഒരു ഗിഫ്റ്റ് രേവതിക്കുട്ടി രോഹിത്തിൻ്റെ കൈകളിൽ ഏൽപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.